ലോകത്തെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു വഖഫ് മുതലിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ബഹുമാന്യരായ സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രവാചകനും സ്വഹാബികളും കയ്യിൽ കിട്ടിയത് മാത്രം എടുത്ത് മദീനയിലേക്ക് പോയ ഒരു സാഹചര്യം. പക്ഷേ അവിടുത്തെ കാലാവസ്ഥയോ അവിടുത്തെ വെള്ളമോ ഒന്നും പ്രവാചകനും സ്വഹാബികൾക്കും പിടിക്കുന്നതായിരുന്നില്ല. ശുദ്ധജലത്തിന്റെ ഒരു തടാകമോ ഒരു ശുദ്ധജല കിണറോ മദീനയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഒരു ജൂതന്റെ കൈവശം മാത്രമേ ശുദ്ധജലത്തിന്റെ കിണറുണ്ടായിരുന്നുള്ളൂ. അയാൾ വെള്ളം അവിടെ നിന്ന് ആവശ്യക്കാർക്ക് വലിയ തുകയ്ക്ക് വിൽക്കുന്നയാളായിരുന്നു. അങ്ങനെ ഉപജീവനം നടത്തിയിരുന്നയാളായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബികൾക്കും വലിയ വിലയ്ക്കാണ് അദ്ദേഹം കുടിവെള്ളം നൽകിയിരുന്നത്. ഈ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, ജൂതന്റെ കൈവശമുള്ള ഈ കിണർ ആരെങ്കിലും നല്ല വില കൊടുത്ത് വാങ്ങി എല്ലാ മനുഷ്യർക്കും വേണ്ടി വഖഫ് ചെയ്യാൻ ആരാണ് ഒരുക്കമുള്ളത്? പ്രവാചകന്റെ ഈ വാക്ക് കേട്ട് സ്വഹാബികൾ പരസ്പരം നോക്കി. മറ്റൊന്നും ചിന്തിക്കാതെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ അതിന് തയ്യാറാണ്. പകരം എനിക്ക് എന്താണ് ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കിണർ വാങ്ങി മുഴുവൻ മനുഷ്യർക്കും വഖഫ് ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു സ്വർഗീയ കിണർ പകരം നൽകുമെന്ന്. മറ്റൊന്നും ചിന്തിക്കാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൂതനെ കാണാൻ പോയി. ജൂതനോട് കിണർ വിൽക്കുന്നോ എന്ന് ചോദിച്ചു. ജൂതൻ പറഞ്ഞു, ഞാൻ വിൽക്കുന്നില്ല, എന്റെ ഉപജീവന മാർഗമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന വില ഞാൻ തരാം. അങ്ങനെ ജൂതൻ പറഞ്ഞു, എങ്കിൽ കിണറിന്റെ പകുതി ഭാഗം ഞാൻ വിൽക്കാം, 32,000 ദിർഹംസ് എനിക്ക് തരണം. കിണറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ വെള്ളമെടുക്കും, അടുത്ത ദിവസം നിങ്ങൾക്ക് വെള്ളമെടുക്കാം. ഈ ഒരു നിബന്ധനയാണ് ജൂതൻ വെച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കുകയും 32,000 ദിർഹംസ് കൊടുത്ത് ആ കിണർ സ്വന്തമാക്കുകയും ചെയ്തു. എന്നിട്ട് മുത്തുനബിയുടെ സവിധത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇങ്ങനൊരു നിബന്ധന പ്രകാരം ജൂതന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ കിണർ വാങ്ങിയിട്ടുണ്ട്. ഇത് അള്ളാഹുവിനും റസൂലിനും മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഞാനിതാ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതിന് ശേഷം എല്ലാ മനുഷ്യരും അവിടെ നിന്ന് വെള്ളം ശേഖരിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദിവസമാണ് എല്ലാവരും വെള്ളം ശേഖരിക്കാൻ വരിക. അവർ കുടിക്കാനും കുളിക്കാനും ആവശ്യത്തിനും എല്ലാം ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ജൂതന്റെ ദിവസം ആരും വെള്ളം വാങ്ങാൻ വരുന്നില്ല. കാരണം നല്ല വിലക്കാണല്ലോ ജൂതൻ വെള്ളം വിൽക്കുന്നത്. അതുകൊണ്ട് ആരും വാങ്ങാൻ എത്തിയില്ല. ഒടുവിൽ ജൂതൻ നിവൃത്തിയില്ലാതെ കിണറിന്റെ ബാക്കി അവകാശവും കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിറ്റു. ചുരുക്കത്തിൽ ഇത് വർഷങ്ങളോളം ഇങ്ങനെ പോയി. അതൊരു വലിയ ഈത്തപ്പന തോട്ടത്തിലുള്ള ഒരു കിണറായിരുന്നു. ആ ഈത്തപ്പന തോട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഈത്തപ്പഴങ്ങളും അദ്ദേഹം സാധുക്കൾക്ക് യഥേഷ്ടം പറിച്ചു കഴിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തും കഴിഞ്ഞു. സ്വഹാബികളുടെ കാലവും കഴിഞ്ഞു. പിന്നീട് ആല് സഊദിന്റെ കാലഘട്ടത്തിൽ അവിടെ വലിയൊരു ബിൽഡിങ് പടുത്തുയർത്തി. അതെല്ലാം ആ തോട്ടത്തിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് സൗദി സർക്കാർ അവിടെ വലിയൊരു ഹോട്ടൽ പണിത്. ഇന്നും മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ഏകദേശം ഒരു 250-300 മീറ്ററിനപ്പുറത്ത് ഫുന്ദുഖ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ഹോട്ടൽ കാണാം. ഈ നിൽക്കുന്ന മനോഹരമായ ഹോട്ടൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നും കാണാൻ കഴിയുന്ന ഒരു ഹോട്ടൽ സമുച്ചയമാണ്. ഒരുപാട് നിലകളുള്ള, ഇന്ന് അതിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം മുഴുവനും സാധുക്കൾക്ക്, മദീനത്തുള്ള സാധുക്കൾക്കും അഗതികൾക്കും അനാഥകൾക്കും വീതം വെച്ചു കൊടുക്കുകയാണ് സൗദി സർക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നും അതിന്റെ ബാങ്ക് അക്കൗണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു വഖഫ് മുതലാണ് ഈ കാണുന്നത്.